എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ആദ്യം ഞാൻ യൂണിസ് പഠിക്കുക എന്ന് വെച്ചാൽ ഞാൻ സാമൂഹിക രംഗത്തും അതുപോലെ പൊതുപ്രവർത്തകരായിട്ടും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഒരു വിഷയം സംബന്ധിച്ചിട്ട് ഇതിൻ്റെ നാടുകൾ എൻ്റെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇതിൻ്റെ ഇതേപോലെ പാലം ഇത് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് അത് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ അറിയിക്കലാണ് ഇതിന് ഭരണമോ നിർമ്മിതിയോ ഇതിന് നിർമ്മിക്കുന്ന ആള് ഒരു പകുതി ഉള്ളൂ എന്തിന് കൂട്ടു നിൽക്കാം. ഇവിടെ ഭരിക്കുന്ന ആൾക്കാർ ഇന്നൊരു പഞ്ചായത്ത് മുതൽ ഒരു MLA ഒരു കാണണമെങ്കിൽ നേരത്തെ സാറ് പറഞ്ഞ മാതിരി പിന്നെ ഓരോ മുമ്പിട്ട് നിൽക്കണം. ഇപ്പോ എൻ്റെ നാട്ടിൽ ഇപ്പോ ഒരു വിഷയം ചെന്നിട്ട് അപകടമായിട്ടുള്ള ഒരു വിഷയം ചെന്ന് പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാനൊരു പൊതുപ്രവർത്തനം നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒന്നുമില്ലാത്ത ഒരാളാണ്. ഇന്നെ ഇറക്കി തന്നെ ഇവരാണ് ചിലവരെ കണ്ണീര്. അതുപോലെ തന്നെ മേലക്കൂടെ പോണ ബസ് നാഷണൽ ഹൈവേയുടെ കാര്യം പറഞ്ഞല്ലോ, മേലക്കൂടെ പോണ ബസ് താഴ്ത്തി കിടക്കുക, കുട്ടികളെ ജനങ്ങൾ യാത്ര. അപ്പൊ അത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഭ്രാന്ത്. പുറത്തുള്ള സംസാരമാണ്, അവന് ഭ്രാന്താണ്. അവനുള്ള വീഡിയോ ഇട്ട് വിട്ടു. പക്ഷെ ഞാൻ അതുപോലെ തന്നെ വീഡിയോ മാത്രം ഇടിച്ച് മാത്രമല്ല, ഞാൻ അതുപോലെ തന്നെ ഓരോ ഓഫീസിലും ഞാൻ പോകും, അവിടെ ഞാൻ പഠിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഇതിന് ആരാണ് തെറ്റുകാർ? ഓരോരുത്തരും മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും തീർച്ചയായിട്ടും. ഇനി 5 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ കേരളം എങ്ങനെയായിരിക്കും? ഞാനിപ്പോൾ മിനിയാന്ന് വിദ്യാഭ്യാസത്തിനെ പറ്റി പറഞ്ഞു. നമ്മളെ എല്ലാവരും വികസനം വേണമെങ്കിൽ ഒരു പാലമോ ഒരു റോഡോ ഒന്നും മാത്രമല്ല, നമ്മൾ ഓരോ ഇന്ത്യൻ പൗരനും ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. 1 വിദ്യാഭ്യാസം, 2 നമ്മുടെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, താലൂക്ക് ആശുപത്രി തിരുവനങ്ങാടി MLA കാലം പിടിച്ചു, അവിടുത്തെ ജനപ്രതിനിധികളുടെ കാലം പിടിച്ചു. അവിടെ ഒരു മെഡിസിൻ്റെ ഡോക്ടർ വേണം, മാനസിക ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർമാരില്ല, ഒരു ജനറൽ ആശുപത്രി ആക്കണം. എത്ര വർഷമായി ആ സമരം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ജയിക്കുന്നവരെ എല്ലാവരും പറയും ഞങ്ങളത് ശരിയാക്കും, ഈ ഞങ്ങളുടെ ഭരണമാണ്. എന്താ വെച്ചാൽ നമ്മളൊരു കാര്യം വീട്ടിൽ പോകുമ്പോൾ അവൻ പറയുകയാണ് ഈ ഭരണത്തിന്റെ ഓരോ അഴിമതികളും. എന്നുവെച്ചാൽ ഞാൻ ആ പിന്നെ ഇറങ്ങിയത് തിരുവനായ വിഷയം, അതിലേറ്റവും 48,000 രൂപയാണ് വേണ്ടി വരുള്ളൂ ആ ചെലവിൽ. അവര് വാങ്ങി വിവരാശം കൊടുത്തപ്പോൾ 2 ലക്ഷം രൂപയാണ് എനിക്ക് കണക്ക് കിട്ടിയത്. അത് ചോദ്യം ചെയ്തപ്പോൾ അതങ്ങനെ ഉണ്ടാവും, ഇപ്പൊ തൽക്കാലം വെക്കോ. ഇന്ന് വിഭാഗത്തിൽ തന്നെ ഇപ്പൊ ഞാനിന്ന് രാവിലെ ഒരു വിഷയം നിർത്തുകയാണ്. സ്കൂൾ കുട്ടികളെ കുത്തി നിറച്ചു കൊണ്ടുപോകാൻ ഒരു വീഡിയോ കാണിച്ചു. അപ്പോഴത്തെ പഞ്ചായത്ത് നാളെ വന്നു, മറ്റേ PTA പ്രസിഡന്റ് വന്നു, ഇത് പുറത്തു കൊടുക്കരുത്. അപ്പോൾ ഇതിന്റെ അവിടെ ദുരിതം, അവിടെ സ്കൂളിൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവിടെ ഒരു ഫയർഫോഴ്സ് തരാനുള്ള സൗകര്യം സ്കൂളിനില്ല. അപ്പോൾ തന്നെ എന്റെ വാപ്പാക്ക് ഫോൺ വരും, എന്റെ വാപ്പയുടെ ലീഗിന്റെ പ്രസിഡന്റ്, എന്റെ വീട്ടിലൊക്കെ അപ്പോഴത്തേക്ക് ഫോൺ ചെയ്യരുത്, ജനങ്ങൾക്ക് പണിക്ക് പോയിപ്പോ. അപ്പൊ ജനങ്ങളെ ഒപ്പിച്ചേക്കണം. ആ ഒപ്പിച്ചേക്കണം ഇന്നും ഇതിന്റെ രേഖ വെച്ച് ഇന്നും എന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ ഓരോന്നും ഞാൻ ചെയ്യുന്നത് ഓരോ തെളിവുകളാണ്. ഇത് ജനങ്ങളെ മുന്നിൽ ഞാൻ വലിച്ചെറിഞ്ഞു കൊടുക്കും. ഇതാണ് ഇന്നത്തെ രേഖ, ഇതാണ് ഇവിടുത്തെ ഇത്. അപ്പൊ എന്നോട് ചോദിക്കും അതിന്റെ വാഗ്ദാനം എനിക്ക് ഇത്ര തരാം, ഞാൻ റോഡിന്റെ മുന്നിൽ അത് മാറി നാളെ. ഇതന്നെയാണ് സത്യം. ഇവിടെ നമ്മൾ പണി ലഭിക്കുന്ന ഇവര് നിരപരാധിയാണ്. ഈ ഭരണകൂടം പറയണ മാതിരി അവന് പണിയെടുത്തിട്ടില്ലെങ്കിൽ അവന് നാളെ പണിയില്ല. ഇന്റെ മുതലാളി പറയുന്ന പോലെ ഞാൻ പണിയെടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് പിറ്റേന്ന് പണിയില്ല. ഓർക്ക് കുറ്റബോധം ഉണ്ടാവും, എല്ലാവർക്കും കുറ്റബോധം ഉണ്ടായിക്കോളുന്നില്ല. പക്ഷെ ഇതിൽ ഒരു കാര്യമുണ്ട്, ഓരോ പാലത്തിന്റെ ഓരോ വിവരാശം എടുക്കുമ്പോൾ ഇതിന്റെ പൈസയാണ് ഇവര് കോളടിക്കുന്നത്. എന്താ വെച്ചാൽ 5 വർഷത്തെ ശമ്പളം, 5 വർഷത്തെ ഒരു മെമ്പർക്കുള്ള ശമ്പളത്തിൻ്റെക്കാട് ഒരു ഇലക്ഷന് ചെലവാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ദീർഘിച്ച് കൊണ്ടുപോകുന്നില്ല. ഏതായാലും ഇതിലൊക്കെ ഇടപെട്ടുകൊണ്ട് പൊതുപ്രവർത്തനത്തിന് ഇടപെട്ടുകൊണ്ട് ഒരുപാട് നമ്മളെ കാണുന്ന പോലെയല്ല, ഓരോരുത്തരും ഞങ്ങൾ ഓരോ ആവശ്യത്തിൽ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.